ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിനോ സഖിയെ ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ദീപിച്ചേട്ടായനും ചേച്ചിയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ ഔസപിതാവേ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിലും കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ആമേൻ. സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്നുള്ളവൻ അവിടുന്ന് വേടകടിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് മറിച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ വീട്ടിൽ അഭിമുഖിക്കും. അവിടുത്തെ വിശ്വസ്തർക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പുറപ്പെടുന്ന അസ്ത്രത്തെയും ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചുവരുന്ന വിനാശത്തെയും പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിനെ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും പറയുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാതെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ ഒഴിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിയുടെയും മേലിൽ ചവിട്ടി നടക്കും. സിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി ചവിട്ടിയും. അവൻ സ്നേഹത്തിന്റെ നടുവിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകും.
അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നിരുന്നു. ഞാൻ അവനെ മോചിപ്പിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെപ്പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്താണ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ജിയനെയും ദീപക്കിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്ന് സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. ഒരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരുടെ വിശുദ്ധരെ ജീവിത വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. മകളെ അബ്രാഹത്തിൻ്റെയും സാറയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ മകളുടെ മേലും കുടുംബങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Sometimes the waves they keep on crashing in. Sometimes the rain it never seems to end. I'll be alright, my friend, if you stay by my side. Sometimes our worries get the best of us. Sometimes the hardest we try is not enough. All will be well as long as you stay by my side. You help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight on to. You are my home away from home. Home away from home. Home away from home. Home away from home. Some days I wonder if the sun will shine. Some days I pray for just a ray of light. Come take my hand and tell me you'll stay by my side. Some days I feel like I'm against the wall. Some days I feel I'm barely holding on. All will be well as long as you stay by my side. You help me take this weight off my shoulders. Always run my way when I call you. You're the anchor I'm holding tight on to. You are my home away from home. Home away from home. Home away from home. Home away from home. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്നാണ് ചെയ്ത നിശ്ചിക നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാകർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന വിശ്വാസവും ശരണവും സ്നേഹവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങളുടെ രക്ഷപ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ. എന്റെ സഹോദരരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നവയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെ, ആകാശത്തിലെ സകല പക്ഷികളെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ അവൻ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢാന്തരയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിലൊന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യൻ നിന്ന് എടുത്ത വാരിയലുകളിൽ അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പത്രോസ് ലേഖനയുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൗലികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവും
ആത്മാവാകുന്ന അനശ്വരരത്നം അണിയുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാർക്ക് ജീവിക്കുകയും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശികളാണെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1-11 വരെ വെച്ച് നിങ്ങൾ 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകനോട് പറഞ്ഞു, അവൻ നിന്നോട് പറയുന്നത് ചെയ്യരുത്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിനായി ഏറെ സ്നേഹിക്കപ്പെടുന്ന പെരുമാനച്ച, ജിൻഡോച്ച, സ്നേഹനിറഞ്ഞ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, വിവാഹമെന്ന ഉദാശയാൽ ബന്ധിതരാകുവാൻ ആഗ്രഹിച്ച് ഒരുങ്ങി യാൾക്കാരെ മുമ്പിൽ നിൽക്കുന്ന ദീപക് ജിയ. എന്ത് തോന്നുന്നു ദീപക്? ഈ സമയം സന്തോഷം, ജീവിക്കും സന്തോഷം. ഞങ്ങളുടെ എല്ലാ പെരുമാനത്തിൻ്റെയും ജിൻഡോച്ചൻ്റെയും പേരുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ആദ്യം തന്നെ ആശംസിക്കാം. വിവാഹത്തിൻ്റെ കുദാശകൾക്ക് ഒരുക്കമായിട്ട് പ്രധാന കോഴ്സ് കൂടിയപ്പോൾ നമ്മൾ കേട്ട കാര്യമാണ്, വിവാഹം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു കുദാശയാണ്. പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു കുദാശയാണ്. നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മടിയിൽ ഈശോയെ ഇരുത്തിക്കൊണ്ടുള്ള രൂപം നമ്മൾ പറയുന്നത് പിയാത്ത എന്നാണ്. അതിന് പിയാത്ത എന്ന രൂപം ചിത്രീകരിച്ച് മൈക്കലാഞ്ചലോ ഈ രൂപത്തിന് വേണ്ടി ഒത്തിരിയേറെ പേരിടാനായിട്ട് ഒത്തിരിയേറെ ആലോചിച്ച് ഒത്തിരിയേറെ ധ്യാനിച്ചാണ് മൈക്കലാഞ്ചലോ അവസാനം പിയാത്ത എന്ന പേര്. അതിനർത്ഥം ഫിഡലിറ്റി എന്നാണ്, അതായത് വിശ്വസ്തതയുടെ അടയാളമാണ്. അതായത് പിതാവായ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തപൂർവ്വം ജീവിച്ച പുത്രന് മടിയിൽ, അല്ലെങ്കിൽ പുത്രൻ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്ന രൂപത്തിൽ പേര് പിയാത്താണ്. നമ്മുടെ ഓരോരുത്തരെയും വിവാഹം എന്ന കുദാശ ഒരു വിശ്വസ്തതയുടെ അടയാളമാണ്. നമ്മൾ വിവാഹത്തിന്റെ കുർബാന ആരംഭിക്കുന്നതിന് വിചാരിച്ച് പറഞ്ഞു, ഇത് പരസ്പര വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു കുദാശയാണ്. സഭ പഠിപ്പിക്കുന്നത് ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്ത ഒരു കുദാശയാണ്. ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്ത ഒരു കുദാശയാണ് വിവാഹം. ഇത് പരസ്പര ഐക്യവും സ്നേഹവും നിലനിൽക്കേണ്ട ഒരു കുദാശ. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ കുദാശയായ വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് ഈ കുദാശ ആശീർവദിക്കപ്പെടുന്നത്. ഇന്നലെ വരെ വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിലും
വ്യത്യസ്തമായ രീതിയിലുമൊക്കെ വളർന്ന രണ്ടുപേരും ഇന്ന് ഒരു കുടുംബമായി തീരുവാനായിട്ട് പോവുകയാണ്. പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് സ്നേഹത്തിൽ വേരുപാകി ജീവിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്ന് രൂപപ്പെടുന്നതാണ് കുടുംബമെന്ന്. സ്നേഹമാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനമായ കാരണം. സ്നേഹത്തിൽ നിന്ന് കുടുംബം വേരുപിടിക്കും. ദീപക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരാണ് ബിരിയാണി. ജിയയ്ക്കും ബിരിയാണി. ഒരു 5-6 പ്ലേറ്റ് ബിരിയാണി തന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? അതിഷ്ടാവോ? ഇഷ്ടമാണ്. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് പരിമിതികളില്ലാത്ത ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള സാധനം ഒരു കാര്യത്തിന് ലിമിറ്റേഷനാണ്. പക്ഷേ സ്നേഹത്തിന് പരിധികളില്ല, പരിമിതികളില്ല. അത് അതിർത്തികളില്ലാതെ സ്നേഹത്തിനാണ്. നിങ്ങളുടെ ഈ കുടുംബം സ്നേഹത്തിൽ വേരുപാകി അടിസ്ഥാനപ്പെട്ട് തിരുക്കുടുംബമായിട്ട് മാറണം. സഭ ഓരോ കുടുംബവും എപ്രകാരമായിത്തീരണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നസ്രത്തിലെ തിരുക്കുടുംബം പോയി ആയിത്തീരാനായി. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുണ്ട്, വിശുദ്ധ ഔസപിതാവുണ്ട്. വിശുദ്ധ ഔസപിതാവിനെ കുറിച്ച് സുവിശേഷത്തിന്റെ ഏടുകളിൽ പറഞ്ഞ പ്രകാരം അദ്ദേഹം നീതിമാനായിരുന്നു. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുക, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. നീതിബോധത്തോടെ ദൈവത്തിന്റെ ഇഷ്ടത്തോട് സഹകരിക്കാനായിട്ട് ദീപത്തിന് തയ്യാറാവുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളോട് ആമേൻ പറഞ്ഞുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനായിട്ട് ജിയ തയ്യാറാവുമ്പോൾ, ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന മക്കളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. ഏതാനും സമയങ്ങൾക്ക് ശേഷം വിവാഹം ആവിഷ്കൃതിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ദൈവം നിങ്ങൾക്ക് നല്ല മക്കളെ തരട്ടെ എന്ന്, സഭയോട് ചേർത്തുവാനായിട്ട്, വിശ്വാസത്തെ വളർത്തുവാനായിട്ട് നിങ്ങളുടെ കടമകളെ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും സഭയോടും സമർപ്പിതരോടും വൈദികരോടും ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ മാതൃകയായി മാറാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ ധാരാളം സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം നൽകട്ടെ എന്ന്. നിങ്ങളുടെ ജീവിതത്തില് എല്ലാ സമയത്തും ആവശ്യ നേരത്തും എല്ലാ സമയത്തും ഉണ്ടാകേണ്ട യഥാർത്ഥ സുഹൃത്ത് ക്രിസ്തു തന്നെയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്ക് ശേഷം വിവാഹം ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ആശംസകളൊക്കെ നേർന്ന് ഇവരൊക്കെ പോകും. ഇനി കുടുംബം ആരംഭിക്കുന്നത് ദീപക്കും ജിയയുമാണ്. ഈ ബന്ധുമിത്രാദികളെല്ലാം ഒത്തിരിയേറെ സമ്മാനങ്ങളുണ്ട്, ഒത്തിരിയേറെ ആശംസകളൊക്കെ നേരും. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലതൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ നോക്കുന്ന എന്താണ്, ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡ് ഉണ്ടോ അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടോ. ഇലക്ട്രോണിക് കാർഡ്സാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വാറണ്ടി എടുത്ത് അതിന് മേടിച്ച കടയിൽ കൊണ്ട് കൊടുത്ത് പുതുക്കാനും. ഇന്ന് ജിയെ സംബന്ധിച്ച് ജിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ദീപക്. ദീപക്കിനെ സംബന്ധിച്ച് ദീപക്കിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? അനാദിയിലെ ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചതാണ്. ജിക്ക് വേണ്ടി മാറ്റി നിർത്തിയതാണ് ദീപക്, ദീപക്കിന് വേണ്ടി മാറ്റിയതാണ് ജിയ. അപ്പോ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ ഓരോരുത്തരും. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ വിവാഹത്തിന്റെ പുതുമയിൽ നഷ്ടപ്പെട്ട് പലപ്പോഴൊക്കെ കണക്കുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം. വിവാഹം ആശീർവദിച്ചുകൊണ്ട് വിവാഹത്തിന്റെ നമ്മുടെ താലി ആസ്വദിച്ചുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് നിങ്ങൾക്ക് രക്ഷയായി തീരട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, പ്രയാസപ്പെട്ട നിമിഷങ്ങളിൽ കുരിശ് നിങ്ങൾക്ക് രക്ഷയായി തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സമ്മാനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിവാഹം നിങ്ങൾ സമ്മാനം കിട്ടി, നിങ്ങൾക്ക് ലഭിച്ച സമ്മാനം ഈ ദേവാലയത്തിൽ വെച്ചാൽ
അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റായിട്ട് വരേണ്ടത് ഈ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനാണ്. ഒന്നുകൂടെ വിവാഹത്തെ ആശീർവദിച്ച വൈദികൻ എടുത്തു പോകാനും വിവാഹം ആശീർവദിച്ച ദേവാലയത്തിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് പുതുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായി തീരാനുള്ള ആഗ്രഹത്തെ നവീകരിക്കുകയാണ്. ഇപ്പൊ വിചാരിക്കുകയാണ്, ഞാൻ മാത്രം ആലോചിച്ചാൽ കുടുംബം തിരുക്കുടുംബമായി തീരാനായിട്ട് സാധിക്കും. ദീപക് വിചാരിച്ചാൽ മാത്രം സാധിക്കും. രണ്ടുപേര്. ഞങ്ങൾ കുട്ടനാടുകാര് പ്രകാരം പറയും, ഒരു തോണി മുന്നോട്ട് നീങ്ങണമെങ്കിൽ രണ്ട് സൈഡിലും ഒരുപോലെ തുഴയണം. ഒരു സൈഡിൽ തുഴയുന്നില്ല എന്ന് വിചാരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബം രണ്ടുപേരും ഒരുമിച്ച് തുഴയുമ്പോൾ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആകാശത്തിലേക്ക് പറന്നു വരുന്ന ഒരു പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷിയുടെ ഒരു ചെറുത് വിചാരിക്കുകയാണ്, ഞാനൊന്ന് ചെറുകടിക്കുന്നില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രണ്ട് ചെറുകുകളും ഒരുമിച്ച് പറക്കുമ്പോൾ, ഒരുമിച്ചടിക്കുമ്പോൾ മാത്രമാണ് അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഉയർന്നു നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, തിരുക്കുടുംബം എന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഉയരാനായിട്ട് ജിയയ്ക്കും ദീപക്കിനും സാധിക്കണമെങ്കിൽ നിങ്ങൾ അടിസ്ഥാനമായുള്ള സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, കാനായിലെ കല്യാണ വിരുന്നില് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. ആവശ്യക്കാരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നവളാണ് പരിശുദ്ധ അമ്മ. അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഇറങ്ങി വന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അടിസ്ഥാനമായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലപ്പോഴൊക്കെ ഈ വിവാഹത്തിന്റെ ലഹരി കുറഞ്ഞു പോകും. പക്ഷെ പ്രാർത്ഥനയിൽ അടിയുറച്ച് വാഴുമ്പോൾ ഈ ലഹരി കൂടുതൽ മാധുര്യമുള്ളതായിട്ട് മാറും. കാണുന്നവരെല്ലാം ഇതുവരെ നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന്. നിങ്ങൾക്കായിട്ട് ജീവിക്കായിട്ട് മാറ്റിവെച്ച ഏറ്റവും ലഹരിയുള്ള വീഞ്ഞാണ് ദീപക്. ദീപക്കിനായിട്ട് മാറ്റിവെച്ച ഏറ്റവും ലഹരിയുള്ള വീഞ്ഞാണ് ഈ ലഹരിയുള്ള വീഞ്ഞ്, അല്ലെങ്കിൽ ഇതിന്റെ മാധുര്യം സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും അത് പന്തലിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ കുടുംബവും, ശുദ്ധനായ ചാവറപ്പിലാണ് കുടുംബങ്ങളെ കുറിച്ച് പറയുന്ന പ്രകാരമാണ് ഓരോ കുടുംബവും ആകാശ മോക്ഷത്തിന് അല്ലെങ്കിൽ സ്വർഗത്തിന് സദൃശ്യമായ കുടുംബമായി തീരാനായിട്ട്. സ്വർഗത്തിന് സദൃശ്യമായ കുടുംബമായി തീരണമെങ്കിൽ സ്വർഗത്തെ നോക്കിക്കാണുന്ന കുടുംബമാകാനായിട്ട്, സ്വർഗത്തെ നോക്കിക്കണ്ട് ഭൂമിയിൽ തന്നെ സ്വർഗത്തെ നോക്കിക്കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറും. അതിന് ദീപക്കിനും ജിയയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ വിവാഹമെന്ന ഉദാശ, വിവാഹമെന്ന ഒരു ദൈവവിളിയാണ് വിവാഹമെന്നത്. ഈ ദൈവവിളിയെ ദൈവവിളിയിലേക്ക് നിങ്ങളെ വളർത്തുക, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച, നിങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. വിവാഹമെന്ന വിളിയിലേക്ക് നിങ്ങളെ കാണിച്ചു തന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാതൃകാപരമായ ജീവിതമാണ് ജിയയുടെയും ദീപകിന്റെയും മാതാപിതാക്കളാണ്. മാതൃകാപരമായ ജീവിതമാണ്. ക്രിസ്തീയ പങ്കാളിത്തവും സഭയോട് ചേർന്നതിന്റെ പങ്കാളിത്തവും അവരുടെ ഈ ദൈവം സ്വീകരിക്കാനായിട്ട് അവർ കാരണമായിട്ടുണ്ട്. പ്രത്യേകമായി എല്ലാവരുടെയും പേരിൽ ജിയയുടെയും ദീപകിന്റെയും മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ജിയയ്ക്കും ദീപക്കിനും വിവാഹത്തിന്റെ എല്ലാവരും ആശംസകളും ബഹുമാനപ്പെട്ട പെരുമാനത്തിന്റെ പേരിലും ജിജോച്ചന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആശംസിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വിവാഹമെന്ന കുദാശ ബന്ധിരാകാൻ പോകുന്നു. ഈ കുദാശ യോഗങ്ങളെ പരിക്രമിച്ചതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷനെ സഖ്യം നൽകിയ ദൈവമേ,
പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉടമ്പടിയിലേക്ക് കടക്കുകയാണ്. ദീപം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ദീപകിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികളോട് നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരും ലഭിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മന്ത്രം കൃപാവരത്തിൻ്റെ അനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യനായ കർത്താവെ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിന് വിരോധിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മകളിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യകാലത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ വെളിവീഠമേ സ്വസ്തി. You got me, baby, I got your back. Looking at you, thinking about all of the ways that you know me. I can't get enough. We got the future, burning the past, good and the bad, making it last. We are what I want and I want what I already got. When you come through the room, I know that you know if you fall, I will be there. Let's light up like the moon. Yeah, we take it off, make it even brighter. That's what I like about you. Hey, that's what I like. Tell me what you gonna do. Know that I want you, want you. You know that. That's what I like about you. Hey, that's what I like. When you put me in the mood. Hey, that's what I like about you. That's what I like about. 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 That's what I Maybe somewhere on the west coast, living on the ocean, with palm trees in the yard. Or maybe somewhere in the mountains, living in a cabin where life ain't all that hard. We could run away together, baby, let's get away fast. We could run away forever, baby, let's never look back. Let's leave the world behind us, a place that can't be found.
ഇവിടെ ഇന്ന് കുടുംബത്തിന് ക്ഷണം സ്വീകരിച്ച് എന്നിവിടെ എത്തിച്ചെന്ന എല്ലാവർക്കും ഒത്തിരി സ്വാഗതം അറിയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. സോ മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ ഹോളിന്റെ ഉള്ളിലോട്ട് കയറി വരാൻ ശ്രദ്ധിക്കുക. ഹാപ്പി അത് വേറെ ഒന്നല്ല, മെമ്മറീസ് ഓഫ് ടുഗദർനെസ്, ഫോർഗിവ്നെസ് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് എ പ്രോമിസ് ടു നെവർ ബി അപ്പോൺ ഈച്ച് അതർ. ഈ 3 കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ഇനി അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഇവിടെ ഒരു ബിഗ് ഡേ ഇല്ല. ഇവർ 2 പേരെയും മാത്രം നമ്മൾ സ്റ്റേജിലോട്ട് വിളിച്ചാൽ പോരാ അല്ലേ. സോ ഇവരുടെ 2 പേരുടെയും ഫാമിലിനെ നമ്മുടെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഒത്തിരി സ്നേഹത്തോടെയും നമ്മുടെ സ്വന്തം ദീപകിന്റെ അച്ഛനെയും അമ്മനെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. സോ ലൈക്ക് ടു വെൽക്കം പോളച്ചനേകൾ ആൻഡ് ലൈഷ ആൻഡ് യുവർ ടു സ്റ്റേജ്. സോ അവർ 2 പേർക്ക് നല്ലൊരു കൈയ്യടിയുണ്ട്. ഇനി അടുത്തതായി ദീപകിന്റെ സിബ്ലിംഗിനെ വേദിയോട് സ്വാഗതം ചെയ്യാണ്. സോ ഐ ടു വെൽക്കം ഡോമിനിക് ഓൺ യുവർ സ്റ്റേജ്. നമ്മുടെ സ്വന്തം ജിയുടെ ഫാമിലിനെ കൂടെ വേദിയോട് സ്വാഗതം ചെയ്യുന്നതാണ്. സോ പ്രിയ സ്നേഹിതരുടെ I would like to welcome Matthew Handel and Daiji and you to stage. So അപ്പയ്ക്ക് നല്ലൊരു കൈയ്യടി. I would like to welcome Jida, elder sister Jida, and അതുപോലെ തന്നെ elder sister Jiva and elder brother Josh. അവരെ 3 പേരെയും ഒത്തിരി സ്നേഹത്തോടെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യാണ്. Unfortunately, Jida and family ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. So the whole family is here. So once again, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരിക്കൽ കൂടി ഒച്ചത്തെ നല്ലൊരു കൈയ്യടി. Yes. സെർമണോട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സോ ഒത്തിരിയേറെ സ്നേഹത്തോടെയും നിങ്ങളുടെ 2 പേരെയും ഫാമിലിനെ ക്ഷണിക്കുകയാണ് ഫോർ എ ക്യാൻഡിൽ ലൈറ്റിംഗ് സെർമണി.
what it's all about. These are the moments we live for. Once in a lifetime, everything we want and more. This is the start of a new day, the good life. Ooh, these are the moments we live for. The moments we live for. These are the moments we live for. The moments we live for. These are the moments we live for. എനിക്ക് തോന്നുന്നു ചേട്ടൻ നന്നായിട്ട് സംസാരിക്കുമെന്നാണ് എന്നോട് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ? ടെൻഷൻ വേണ്ട. ഇല്ല, ചെറുതായിട്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് ജെനുവിൻ. സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും യു കെയിൽ വെച്ചാണോ കണ്ടുകൂട്ടിയത്? അത് അല്ല, പള്ളിയിൽ വെച്ചല്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലവ് മാരേജ്, റൈറ്റ്? യെസ്. സോ എന്താണ് ഫസ്റ്റ് ടൈം നമ്മുടെ ചേച്ചിനെ കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്താണ് ഈ നിമിഷത്തിൽ നമ്മുടെ ഓഡിയൻസിന് എടുത്ത് പറയാനുള്ളത്? ജിയാമ ഭയങ്കര സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഇവിടെ കണ്ടൊരു ഒരു നാടൻ ശാരീരിക സുന്ദരി. അതായിരുന്നു എൻ്റെ അട്രാക്ഷൻ പറ്റിയ ഒരു കാര്യം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ That is so simple. So once again, you're beautiful couple. നല്ലൊരു കൈഡി. യെസ്. ഓക്കെ, ഇനി അടുത്ത ചേച്ചിനെ കൊണ്ട് സംസാരിപ്പിക്കണം. വേണം. അത് ആരാ? ഫ്രണ്ട്സാണോ? അല്ല, ആരാന്ന് അറിയത്തില്ല. പിടിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഇവിടെ വീട്ടിൽ കുറച്ചും കൂടെ കളറാക്കാം. നമുക്ക് ചേച്ചിയുടെ കൂടെ ചോദിക്കാം, എന്താണ് ചേട്ടനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് തോന്നിയത്? Okay, that is so simple. So ഇതന്നെയാണ് എല്ലാവർക്കും തന്നെ വേണ്ടത് ഞാൻ വിചാരിക്കുന്നത്. Right? So ഈ ബ്യൂട്ടിഫുൾ കപ്പിളിന് വേണ്ടി once again congratulations. My feet may fail me, my hands may shake, my life may crumble, my heart may break, but through the darkness, you are the light. I know forever, you hold my life. I believe it.
believe it. I believe it. Yeah, yeah. I believe your love is strong enough for me. With me when I'm weak. Everything I need is in your love. Constant in the trial, faithful through the night. Everything I need is in your love. Strong enough for me. With me when I'm weak. Everything I need is in your love. Constant in the trial, faithful through the night. Everything I need is in you. ഹലോ ജിയാൻ ദീപ, നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ വളരെയേറെ വിഷമമുള്ള അച്ചാച്ചന്. എന്നിരുന്നാലും നിങ്ങളുടെ വിവാഹം നല്ലൊരു ദിവസത്തിൽ എല്ലാവരും ആശംസകളും നേരുന്നു. Wish you a endless of joy and happiness in your life. Yeah. Happy I'm Deepak and Jia. Wish you happy married life. Best wishes to Jia and Deepak, happy married life. ഈ തവണ ഞങ്ങൾക്ക് കല്യാണത്തിന് തവണ വരാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളുടെ എല്ലാ അഭിവാദികളും ബെസ്റ്റ് ഓഫ് ലക്ക്. All the best, guys. Hi, dear Gigi and Viviana. Wish you a happy married life. Hi, dear Gigi. ഹലോ ദിയ, യൂണിവേഴ്സിറ്റി പങ്കിയാറുണ്ട് 5 വർഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ദീപയ്ക്ക് നമ്മൾ ചെയ്യുന്നു. ഏറ്റവും ഹാപ്പിനെസ് നേരുന്നു. ഹലോ ജിയ ദീപക്, നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ടു. I'm wide awake. I'm wide awake. I'm wide awake. Yeah, I was in the dark. I was falling hard with an open heart. I'm wide awake. I didn't read the stars so well. I'm wide awake, and now it's clear to me that everything you see ain't always what it seems. I'm wide awake. Yeah, I was
I'm right here, baby. We can go anywhere, but first, it's your chance. Take my hand, come with me. It's like I waited my whole life for this one night. It's gonna be me, you, and the dance floor. 'Cause we only got one night. Double your pleasure, double your fun, and dance forever.
രാജാവായി വാഴുന്നു. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം നിങ്ങൾ തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങൾ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കേണ്ടതായ ക്ഷമിക്കണമേ. കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വ്യക്തിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങേ കണ്ണാനുഭവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിനും ലോകത്തെയും മാറിയോസേപ്പ് പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെയും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗ്ഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. Thought I'd found everything